20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കൂ. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി ജില്ലയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ അറിയിച്ചു. ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങളിലായി 36,32,210 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 18,19,198 പുരുഷ വോട്ടർമാരും 18,12,974 സ്ത്രീ വോട്ടർമാരും 38 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട്. ഭിന്നശേഷി വിഭാഗത്തിലായി 29,300 വോട്ടർമാരും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 14,168 വോട്ടർമാരും 41,962 പ്രവാസി വോട്ടർമാർ 1,11,463 കന്നി വോട്ടർമാർ 1,831 സർവീസ് വോട്ടർമാർ എന്നിങ്ങനെയാണ് ജില്ലയിലെ വോട്ടർമാരുടെ കണക്ക്. 7 ഓക്സിലറി ബൂത്തുകൾ ഉൾപ്പെടെയുള്ള 3,689 പോളിംഗ് ബൂത്തുകളിലായി 17,708 പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയമിച്ചിട്ടുള്ളത്. 15 സ്ഥലങ്ങളിലായി 43 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. 48 മാതൃകാ ബൂത്തുകൾ, 80 പിങ്ക് ബൂത്തുകൾ, ഭിന്നശേഷിക്കാർ ഉദ്യോഗസ്ഥരായ 3 ബൂത്തുകൾ എന്നിങ്ങനെയാണ് ജില്ലയിലെ പോളിംഗ് ബൂത്തുകളുടെ കണക്ക്. പോളിംഗ് ബൂത്തുകളിൽ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും 100% വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. 3,689 പോളിംഗ് സ്റ്റേഷനുകളിലായി 4,427 വീതം പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, 8,854 പോളിംഗ് ഓഫീസർ, 351 വീതം സെക്ടറൽ ഓഫീസറും സെക്ടറൽ അസിസ്റ്റന്റും 1,238 റൂട്ട് ഓഫീസർമാരെയും മൈക്രോ ഒബ്സർവർമാരെയുമാണ് തെരഞ്ഞെടുപ്പിനായി നിയോഗിച്ചിട്ടുള്ളത്. ജില്ലയിലാകെ 16 വിതരണ സ്വീകരണ കേന്ദ്രങ്ങളും 7 ലൊക്കേഷനുകളിലായി സ്ട്രോങ് റൂമും സജ്ജമാണ്. 17,708 പോളിംഗ് ഉദ്യോഗസ്ഥരെയും 351 സെക്ടർ ഓഫീസർമാരെയും 351 സെക്ടർ അസിസ്റ്റന്റ്മാരെയും 1,258 റൂട്ട് ഓഫീസർമാരെയും 56 മൈക്രോ ഒബ്സർവർമാരെയും ഷാഡോ ബൂത്തുകളിൽ 15 അഡീഷണൽ ഒബ്സർവർമാരെയും തെരഞ്ഞെടുപ്പിനായി നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ഓരോ മണ്ഡലങ്ങളിലുമായി 6 ക്വിക്ക് റെസ്പോൺസ് ടീമുകളും പ്രവർത്തിക്കും. 35 VFCയും 32 PVCയുമാണ് ജില്ലയിലുള്ളത്. 95 സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ മത്സര രംഗത്തുള്ളത്. ന്യൂസ് ഡെസ്ക് സ്വന്തം.